പശ്ചിമേഷ്യ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ചെലവ് ചുരുക്കുന്നതിന് വഴി ആലോചിച്ച് എയർ ഇന്ത്യ. ഗുരുഗ്രാമിലെ ആസ്ഥാനത്ത് വ്യാഴാഴ്ച നടന്ന ബോർഡ് യോഗത്തിൽ ഇതിനുള്ള നിർദ്ദേശങ്ങൾ ധാരണയായെന്നാണ് വിവരം. നിലവിലെ സ്ഥിതി തുടരുന്ന സാഹചര്യമുണ്ടായാൽ അടുത്ത 3 മാസത്തേക്ക് സർവീസുകൾ 20% വരെ വെട്ടിക്കുറയ്ക്കുന്നതാണ് പ്രഥമ പരിഗണനയിൽ വരുന്നത്. കൂടാതെ ജീവനക്കാരെ ശമ്പളമില്ലാത്ത അവധിയിൽ വിടുന്നതിനും ധാരണയായതായി റിപ്പോർട്ടുണ്ട്. നോൺ ടെക്നിക്കൽ ജീവനക്കാരെയാകും ഇത്തരത്തിൽ നിർബന്ധിത അവധിയിൽ വിടുക. ജീവനക്കാർക്കുള്ള ബോണസ് കുറയ്ക്കുവാനും ശമ്പളം വെട്ടിക്കുറയ്ക്കാനുമാണ് മറ്റൊരു നിർദ്ദേശം. വൈസ് പ്രസിഡന്റ് മുതൽ മുകളിലേക്കാകും ശമ്പളം കുറയ്ക്കുക. എയർ ഇന്ത്യയുടെ ശമ്പള പാക്കേജിന്റെ ഭാഗമായുള്ളതാണ് ബോണസ്. കമ്പനിയുടെ നഷ്ടം കൂടുന്ന സാഹചര്യത്തിലാണ് ബോണസ് കുറയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷം ഏകദേശം 22,000 കോടി രൂപയാണ് എയർ ഇന്ത്യയുടെ നഷ്ടം. പശ്ചിമേഷ്യ സംഘർഷത്തെ തുടർന്ന് വ്യോമപാതകളിൽ നിയന്ത്രണം തുടരുന്നത് വിമാന കമ്പനികളുടെ പ്രവർത്തന ചെലവ് വലിയ തോതിൽ ഉയർത്തുകയാണ്. ഇന്ധന ലഭ്യത കുറഞ്ഞത് വിമാന ഇന്ധനവില ഗണ്യമായി ഉയരുവാനും കാരണമായി. ഇതേ തുടർന്ന് 500ഓളം അന്താരാഷ്ട്ര സർവീസുകൾ എയർ ഇന്ത്യ റദ്ദാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചെലവ് ചുരുക്കുന്നതിനുള്ള നടപടികളിലേക്ക് കമ്പനി ഗൗരവമായി നീങ്ങുന്നത്.